ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല സന്ധ്യ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ തിരുവചനം പങ്കുവെക്കാൻ ദൈവം തമ്പുരാൻ എനിക്കൊരു അവസരം നൽകി തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം അനേക ആശ്വാസം, സന്തോഷം, സമാധാനം തരുന്ന വചനമാണ്. എന്നാൽ കർത്താവിന്റെ വചനം പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ ഫയർ ദാറ്റ് പ്യൂരിഫൈസ്, റിമൂവ്സ് ഇംപ്യൂരിറ്റീസ്. നമ്മൾ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ സാധാരണ കഴിഞ്ഞ നാളുകളെല്ലാം വചനം ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ അച്ഛന്മാരെ അല്ലെ വെളിയിൽ നിന്ന് ഉപദേശികളൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന സൂം ആയതുകൊണ്ട് ദൂരെ നിന്ന് നമുക്ക് അവരെല്ലാരെയും വിളിക്കാൻ നമുക്ക് സാധിക്കായിരുന്നു. ഇന്ന് ഈ ആഴ്ച നമുക്ക് അത് സാധിച്ചില്ല. അലക്സ് ബ്രദർ എന്നോട് അത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞ ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ഗോഡ് ഈസ് എ പർപ്പസ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ എ ലൈഫ്. അത് ദൈവത്തിന്റെ പർപ്പസ്, അത് മനസ്സിലാക്കി, ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അത് സ്വീകരിക്കുന്ന ദൈവഹിതമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം ഇന്ന് എന്താണ് എനിക്കറിയില്ല, അത് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. ഇന്ന് ദൈവം എന്നിൽ ആഗ്രഹിച്ച ഇന്ന് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കാൻ അത് ഞാൻ നിങ്ങളുടെ സന്തോഷത്തോട് ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവം തന്ന ആലോചന പ്രകാരം മാത്യു ചാപ്റ്റർ 16 verses 21 to 23. മാത്യു ചാപ്റ്റർ 16 verses 21 to 23. അലക്സ് ബ്രദർ ഒന്ന് വായിക്കാം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. Verse 23, Jesus turned and said to Peter, "Get behind me, Satan. You are a stumbling block to me. You do not have in mind the things of God, but the things of men." Let's pray. Almighty God, Heavenly Father, we thank you for this wonderful evening and for this gathering. Lord, it is your purpose that we come and gather in your name, Lord, to worship your holy and mighty and glorious name. Lord Jesus, we thank you for the gift of life that you've given us, for the salvation that you've provided us through your death on the cross and your resurrection. We praise you, Christ, for forgiving us our sins and blessing us. We thank you for the word of God. Father, the word is yours. Help us to meditate on your word and to understand the word of God in the spirit that you have written. Lord, we pray that the Holy Spirit intercede with each one of us today. Thank you, Father. We ask this praise in the precious name of our Lord and Savior, Jesus Christ. Amen. നമ്മൾ ഇന്നെടുത്ത ഭാഗം നമ്മളെല്ലാവരും ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ. കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നത്, "ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ." ഇതിങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താ? പലപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് പത്രോസ് എന്താ തെറ്റാ പറഞ്ഞത് കർത്താവിനോട്? കർത്താവ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞത്, ഇതിങ്ങനെ സംഭവിക്കല്ല. എന്ത് സംഭവിക്കല്ല? കർത്താവിന്റെ മരണത്തിനെ കുറിച്ച് നേരത്തെ പ്രവചിച്ചപ്പോൾ, when he warned the disciples of the coming crucifixion, the hardship that he has to face, പത്രോസ് അവിടെ പറയുന്നത്, ഇത് never Lord, this will never happen to you. ഇതൊരു സ്നേഹത്തോട് പറഞ്ഞ ഒരു കാര്യമല്ലേ? കർത്താവിനോടുള്ള വലിയൊരു സ്നേഹം, കർത്താവിന്റെ ശിഷ്യൻ
ഇത്രയും നാളും കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ ഓരോരോ പ്രവർത്തനങ്ങൾ കണ്ട് കർത്താവിനോടുള്ളൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ ഒരു വാക്യമല്ലേ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ബ്രദേഴ്സ്, അവർ സിസ്റ്റേഴ്സ്, അവർ പേരൻസ്, അവർ വൈഫ്, അവർ ഹസ്ബൻഡ്, അവർ ഫ്രണ്ട്സ്, നമുക്ക് അവരോടുള്ള സ്നേഹത്തിൽ അവർക്കൊരു കഷ്ടപ്പാട് വരുന്നുണ്ട് അറിയുമ്പോൾ നമ്മൾ എന്തോ ആഗ്രഹിക്കുന്നത് അവരാ കഷ്ടപ്പാട് കൂടെ കടന്നു പോകണമെന്നോ അവരുടെ കഷ്ടപ്പാട് മാറണമെന്നോ. നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ദൈവമേ അവരോട് കരുണ ചെയ്യണമേ, അവരുടെ കഷ്ടപ്പാട് അവർക്ക് വരല്ലേ എന്ന്. നമ്മൾ ആ ആശ്വാസം വാക്കുകൾ എന്താ പറയുന്നത്? വി ഗിവ് ദം വേർഡ്സ് ഓഫ് കോൺസലേഷൻ. നത്തിങ് വിൽ ഹാപ്പൻ ടു യു, ഗോഡ് വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം. ഇതാ നമ്മുടെ സ്ഥിരമായിട്ട് ഒരു വാക്യം. എന്നാൽ ഇവിടെ പത്രോസ് അത് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ സംഭവിക്കല്ലേ? കർത്താവിന് ഇങ്ങനെ ക്രൂശമരണം, ഇത്രയും കഷ്ടപ്പാട്, പ്രയാസം, എന്താ തെറ്റാ കർത്താവ് കാണിച്ചിട്ടുള്ളത്? അനേക സൗഖ്യം കൊടുത്തു, അനേകർക്ക് വിടുതൽ നൽകി, അനേകരോട് സമാധാനത്തിന് വാക്യങ്ങൾ കൊടുത്തു, ദൈവവചനം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് കർത്താവിന് ഒരു ക്രൂശമരണം കൊടുക്കുവാൻ പറയുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. They were all fishermen, poor people. They had no existence or identity in the society. അവരെ ആ കർത്താവ് വിളിച്ചേക്കുന്നത് അല്ല. He did not call the priests, he did not call the Pharisees and Sadducees. ഈ വലിയ പഠിത്തമുള്ള അറിവുള്ളവരെ, ഈ റിലീജിയസ് സ്ഥലത്ത് വലിയ സ്ഥാനത്തിരിക്കുന്നവരല്ല കർത്താവ് വിളിച്ചത്. സാധാരണക്കാരനായ സാധാരണ മനുഷ്യനെ വിളിച്ചത്. He called a very ordinary person who never had an identity in the society. അങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ വലിയൊരു കഷ്ടപ്പാടൊക്കെ കടന്നു പോകുന്നു പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല പത്രോസിനോട്. That is what he did. But Jesus said, "Get behind me, Satan." യേശു പത്രോസിനല്ല സാത്താനെ വിളിച്ചത്. എന്നാ പത്രോസ് പറഞ്ഞ ഒരു കാര്യം, അതിന് പിന്നിലെ ഉള്ള ഒരു ആലോചന, അത് ദൈവികമായ ആലോചന അല്ലായിരുന്നു. That is a satanic thought. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് നമുക്കൊന്ന് let us briefly understand who Peter was. ഇവിടെ ഞാൻ പീറ്ററിനെ കുറ്റപ്പെടുത്താനോ, I'm not trying to find out his weakness. Peter is a saint. He is a rock on which the church was built. So നമ്മുടെ in spiritual world നമ്മളൊരു ancestor ആയിട്ട് വരും പീറ്റർ. എന്നാൽ ഇവിടെ പത്രോസ് പോലത്തെ വലിയൊരു മഹാനായ ഒരു വ്യക്തിത്വം, such a holy character, saintly character, പത്രോസിന് സംഭവിച്ച കാര്യം അവിടെ Jesus had to rebuke him. Sit and get behind me. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന, ഹൗ ഡു വി ബിഹേവ്? കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് എന്താ ഈ സമയത്ത് പറയുന്നത്? ഹൗ ഇസ് അവർ റിയാക്ഷൻ ടു ഡിഫറെന്റ് സിറ്റുവേഷൻ? അതാ ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പത്രോസ് ഇതിന് മുമ്പേ ഒരു സംഭവം നടന്നു, ഇത് കഴിഞ്ഞിട്ട് ഒരു സംഭവം നടന്നു. ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇത് പത്രോസിനെ സംബന്ധിച്ചോട് വലിയൊരു God's mission was revealed to Peter and through Peter. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് മത്തായി 16 എഴുതിയ മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 13 to 18 അതൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് 13 to 18. അലക്സ് ബ്രദർ. യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ഈ നമ്മൾ ധ്യാനിക്കുന്ന ഭാഗത്തിന് മുമ്പേ നടന്ന ഒരു സംഭവമാണ്. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഹൂ ആം ഐ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? വാട്ട് ഡസ് പീപ്പിൾ സേ അബൌട്ട് മീ? അവിടെ ആൾക്കാർ പറയുന്നത് പ്രവാചകന്മാര്, ഏലിയ പ്രവാചകന, എരേമിയ പ്രവാചകൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദിസ് വാസ് ഡ്യൂട്ടോണമി ചാപ്റ്റർ 18 വേഴ്സ് 18. അവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് God, he would raise up a prophet from among the people.
അവിടെ ദൈവത്തിന് ഒരു വചനമുണ്ട്, he will raise up a prophet from among the people. And അവർ വിചാരിച്ചത് ഇത് മരിച്ചുപോയി യെരേമിയ പ്രവാചകനാണ് വന്നേക്കുന്നത്, because the miracles that Jesus did was not any ordinary person could do. അത് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ കണ്ട് ആൾക്കാർ അങ്ങനെയാ വിചാരിച്ചത്. ഇപ്പോഴും അനേക വിശ്വാസമുള്ള ആൾക്കാര് കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന മക്കള് കർത്താവിനെ ദൈവപുത്രനായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ്. ഇവിടെ പത്രോസ് അവിടെ പറയുന്നത്, യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്, യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മറുപടി അവിടെ, ബ്ലെസ്ഡ് ആർ യു സൈമൺ സൺ ഓഫ് ജോന. അവിടെ ദൈവം കർത്താവ് യേശു ക്രിസ്തു പത്രോസിനെ അനുഗ്രഹിക്കുക. ബ്ലെസ്ഡ് ആർ യു, and for this was not revealed to you by man but by my Father in heaven. കർത്താവ് പത്രോസിനോട് പറയുന്നത്, കർത്താവിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം, ഇതൊരു മനുഷ്യന് സാധ്യമല്ല. കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രന് മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ അതിനെ തിരിച്ചറിവ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇറ്റ് is beyond man's intellect. This has to be revealed by God himself. ദൈവം നമുക്ക് വെളിപ്പെടണമെങ്കിൽ അത് ദൈവം തന്നെ വിചാരിക്കണം, അത് നമ്മളെ തന്നെ സമർപ്പിക്കണം കർത്താവിന്റെ സന്നിധിയിൽ. And God will reveal himself in his own way. എല്ലാവർക്കും വേറെ വേറെ റെവലേഷൻ ആയിരിക്കും. പൗലോസിന് ലഭിച്ച വെളിപ്പാടെല്ലാം പത്രോസിന് ലഭിച്ചത്. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് കോളിംഗ് everyone had. So here Jesus says, you have received this, you could reveal this because God the Father is revealed to you. ഇവിടെ പത്രോസിന് മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മായുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മായുടെ പ്രവർത്തനമുള്ള പത്രോസ് കുറച്ചു കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ പറഞ്ഞ, സാത്താനെ യു സ്റ്റാൻഡ് ബിഹൈൻഡ്, ഗെറ്റ് ബിഹൈൻഡ് മീ. ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തികളിൽ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ എങ്ങനെ കയറി പ്രവർത്തിച്ചു, ഇത് നമ്മൾ എപ്പോഴും ദിസ് ഇസ് സംതിങ് വി ഹാവ് ടു ബി വെരി കോൺഷ്യസ് അബൌട്ട്. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പം സാത്താൻ ഇങ്ങനെ ഇടിച്ച് കയറാൻ നോക്കിയിരിക്കുക. ഇറ്റ് ഇസ് ട്രൈങ് ടു ഫോഴ്സ് ഇറ്റ്സ് വേ ഇൻ ടു അവർ ലൈഫ്സ്. അത് തിരിച്ചറിയാനുള്ള ഒരു അറിവ്, ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ഈ വിസ്ഡം ഓഫ് ഗോഡ് is what will help us to distinguish which is what the Holy Spirit says and what is the evil spirit saying or satanic thoughts. അത് തിരിച്ചറിയാൻ പരിശുദ്ധാത്മായുടെ കൃപ വേണം നമ്മൾ. ഇവിടെ പത്രോസിന് മുകളിൽ പരിശുദ്ധാത്മായുടെ കൃപ ഉണ്ടായിരുന്നു. അതിൽ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. See, the learned Pharisees and Sadducees, they could not identify Christ. അവർക്കാർക്കും മനസ്സിലായില്ലല്ലോ. നിക്കോഡമസിന് പോലും മനസ്സിലായില്ലല്ലോ. വലിയൊരു പ്രമാണിയായിരുന്നു. അനേകർ അന്ന് ഈ സ്ക്രിപ്ചേഴ്സ് അറിയാവുന്ന അനേക വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു, ഇസ്രായേൽ മക്കൾ. അവരെല്ലാം മെസ്സിയായി നോക്കിയിരിക്കുന്നു. പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. They could not identify him. They thought a military king, a military leader, വലിയൊരു രാജാവ് വരാൻ പോകുന്നത്. They could not recognize the Christ. So this could be revealed only through the Holy Spirit. അത് പത്രോസിന് അവിടെ വെളിപ്പാട്. അങ്ങനെ ആ ഒരു ഇത് കിട്ടുമ്പം when we, by the power of the Holy Spirit, when we recognize Christ gives us an identity. അവിടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്, and I tell you that you are Peter. എന്നാ 17-ാം വാക്യം തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് സൈമൺ സൺ ഓഫ് ജോന. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു സൈമണിനെ അവിടെ അഡ്രസ് ചെയ്ത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയുന്നത്, and I tell you that you are Peter. പത്രോസ്, പീറ്റർ, പെട്ര, റോക്ക്. റോക്കിന്റെ ക്വാളിറ്റി നമുക്കറിയാം, വളരെ കട്ടി, ഭയങ്കര ഒരു ഹാർഡ് സബ്സ്റ്റൻസാ. അതിനങ്ങനെ പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോകത്തില്ല. And Jesus says one more, a revelation, a prophetic message. And on this rock I'll build my church and the gates of Hades will not overcome it. അവിടെ വലിയൊരു ദർശനം കർത്താവിന് പത്രോസിനെ കുറിച്ചുള്ളത്. He is going to build the church, the body of Christ, the kingdom of God, with using Peter as the
rock as a foundation. എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി പീറ്ററിന്റെ മുകളിൽ ഉള്ളത്. And what deep vision Christ had about Peter. Christ has a vision for each one of us. അത് അറിയാതെ പോകുന്ന നമ്മുടെ കുഴപ്പം. അത് തിരിച്ചറിയാതെ പോകുന്നു. Because there is a conviction, there is a submission. നമ്മൾ കർത്താവ് സന്നിധിയോട് താഴ്ന്നിരിക്കുമ്പം, നമ്മളെ തന്നെ ദൈവസന്നിധിയോട് സമർപ്പിക്കുമ്പം, നമ്മൾ കർത്താവിനെ രുചിച്ചറിയുമ്പം, തിരിച്ചറിയുമ്പം, God gives us an identity and He gives us a purpose in life. The purpose may be different for each person. അത് ദൈവം എല്ലാവർക്കും കൊടുത്ത ഒരു താലന്ത്, a gift that He has given. According to that gift, He will use us for His purpose. So ഇവിടെ നമ്മൾ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ കർത്താവ് നമ്മളെ, He will give us an identity. He will name us. He will Christian us. അവിടെ പത്രോസിന് വലിയൊരു ഒരു ഐഡന്റിറ്റി ലഭിക്കുന്നത്. Towards the end of Christ's mission, resurrection, before His ascension to heaven, Matthew chapter 28, അവസാന ഭാഗം വരുമ്പോൾ അവിടെ the great commissioning നടക്കുന്നു. എല്ലാ ശിഷ്യന്മാരോട് പറഞ്ഞ് you go and preach the gospel to the ends of the earth. ഈ 12 ശിഷ്യന്മാരെ അല്ല 11 ശിഷ്യന്മാരെ വിടുമ്പോൾ അതിന്റെ ലീഡറായിട്ട് പത്രോസിനെ ദൈവം നേരത്തെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. So it was a decision Christ had already taken. ഈ പത്രോസിനോട് കർത്താവ് കുറച്ച് കഴിഞ്ഞ് പറയുന്നത് get behind me Satan. എന്നാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലോട് പോകുമ്പോൾ 17-ാം അധ്യായത്തിലോട് വരുമ്പോൾ 6 ദിവസം കഴിഞ്ഞ് കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും, Peter, James and John, He called them and took them up on a high mountain. അവിടെ നടക്കുന്ന വലിയൊരു സംഭവമുണ്ട്. God, Jesus Christ is transfigured. ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. ആ ഒരു രൂപാന്തരത്തിൽ the witness is, one of the witnesses Peter. So here 2 other characters appear. 2 other people are speaking to Jesus. ഈ 2 വ്യക്തികളാണ് മോസസും ഏലിയാവും. എന്നാൽ മോസസും ഏലിയാവും ജീവിച്ച കാലഘട്ടം വേറെയാ, a different time. Peter had never seen them, neither James or John. പക്ഷെ അവിടെ പത്രോസ് പറയുന്നുണ്ട്, Peter said to Jesus, Lord, it's good for us to be here. If you wish, I'll put up 3 shelters, one for you, one for Moses and one for Elijah. And Moses, Elijah and പത്രോസിന് എങ്ങനെ അവിടെ മനസ്സിലായി? So there was a conversation happening, ഒരു സംസാരം ഉണ്ടായിരുന്നു. There was a talk happening between Jesus and the 2 persons who had appeared. അതിൽ നിന്ന് മനസ്സിലായതായിരിക്കണം പത്രോസിന് ഇവര് മോസസും എലീജാവാണ്. Who's Moses? Moses is the one that the Israelites considered next to God. ദൈവത്തോട് സംസാരിക്കുകയും ന്യായപ്രമാണം ലഭിച്ചത് മോസസിലൂടെ. He was revered as a very high great prophet, you know. ആ ഒരു സ്ഥാനത്ത് മോസസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ it is considered blasphemous. അവർക്കത് സഹിക്കാൻ പറ്റില്ല യഹൂദികൾക്ക്. പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാം യഹൂദികളാണ്. അവർക്ക് മോസസിനെ കുറിച്ച് അറിയായിരുന്നു. ഏലിയാവ് was one of the greatest prophet. ഏലിയാവ് മരിക്കുമല്ലാതെ ഏലിയാവിനെ കർത്താവ് he took him up in a fire chariot. So ഈ 2 വലിയ പ്രവാചകന്മാര് കർത്താവ് യേശുക്രിസ്തുവിനോട് അവിടെ സംസാരിച്ചിരിക്കുന്ന that Peter was witness. അവിടെ പീറ്റർ ആലോചന പ്രകാരം ഒരു കാര്യം പറഞ്ഞു, let us build a tent for the 3 of you. അവിടെ ഒരു ശബ്ദം വരുന്നുണ്ട്. While he was still speaking, a bright cloud enveloped them, and a voice came from the cloud said, this is my son whom I love, with him I am well pleased, listen to him. അവിടെ ആ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. നേരത്തെ നമ്മൾ കേട്ടത് പത്രോസിന് പരിശുദ്ധാത്മാവ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഇവിടെ there's a direct confirmation, this is my son. അവിടെ അന്നേരം ഉണ്ടായിരുന്നതും മോശയും ഏലിയാവും. This Moses God has spoken to Moses long time back. ആ മോസസ് ഏലിയാവ് നിൽക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എന്റെ പുത്രനാണ് ദൈവം അവിടെ ഒന്നുകൂടെ വെളിപ്പെടുത്തുന്നു. Praise the Lord. ഇത്രയും ഒരു സംഭവം മുമ്പേ പിന്മേ നടന്നപ്പം നമ്മളെ പത്രോസിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞതാ, get behind me Satan. So here
God, Jesus Christ, had a divine purpose of coming into this world. ആ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കണമെങ്കിൽ he had to do certain work. And one of that was, or the final was, Jesus' crucifixion. അത് ഇവർക്ക് ആർക്കും അത് മനസ്സിലായില്ല. ബിക്കോസ് ഇവിടെ കർത്താവിന്റെ ആ എന്താ പറയുന്നത്, കർത്താവിന്റെ ആ ഡിവൈൻ മിഷൻ മനസ്സിലാക്കണമെങ്കിൽ we need the Holy Spirit to tell us. We need the guidance of the Holy Spirit. But we always interpret, or most of the time interpret our situation in a human way. നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ, when we start looking in a human way, that is when Satan walks into our life. അവിടെ പറയുന്നുണ്ട്, chapter 16 verse 23, get behind me Satan, you are a stumbling block to me. എന്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുക. You do not have in mind the things of God, but the things of men. ഈ ലോകപ്രകാരമുള്ള ചിന്തകളാണ് നിന്റെ മനസ്സിലുള്ളത്. Which is what is a satanic thing. You should have thoughts of high above. You should have thoughts of heaven. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അത് മാറ്റാനല്ല നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? Lord God, fulfill your will, your purpose in my life. അല്ലാതെ അവിടെ മറുവശം ദൈവമേ ഇത് മാറ്റിക്കളയണമെന്നല്ല. If God wants us to go through a certain pain, if God wants us to go through a certain situation, it is the will of God. It is the purpose of God in our life. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു ഉദ്ദേശമാണ്. അതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശമാണ്. അവിടെ ആ ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ ആലോചന മനസ്സിലാക്കണം. We should be praying to God to reveal His will to us so that we understand each and every situation what is God's purpose. നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും, അത് ദൈവത്തിന് ഹിതമാണ്. രോഗം വന്നാലും ദൈവത്തിന് ഹിതമാണ്. ആ രോഗം മാറ്റിക്കളയാൻ പ്രാർത്ഥിക്കാതെ, ദൈവമേ ഇതിൽ കൂടെ ദൈവം എന്റെ കൈവിടാതെ എന്റെ കൂടെ ഇരിക്കണമേ. That should be our prayer. When we lose the presence of God, then there's a big war. വലിയ യുദ്ധം നടക്കുക. സാത്താൻ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. We are here to stand with God. Who's going to fight for us? God himself will fight for us. അത് വേറെ ആരുമല്ല. നമ്മൾ ഒരു കഷ്ടപ്പാട് കൂടെ പ്രയാസക്കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ദൈവം നമ്മൾ അനാഥനായിട്ട് വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ഷദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിൽ when they were put in the furnace, they had high faith. Whatever happens, we will not betray our God. We will not betray our faith. Our God is with us. മരിക്കുന്നോളം അവര് മരിക്കാൻ തയ്യാറായിരുന്നു. അവര് ആ തീയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന നാലാമത്തെ ആള് ദൈവമാ. അതുകൊണ്ട് അവരെ അവിടെ വിട്ടിട്ട് ദൈവം മാറി നിൽക്കുമല്ലായിരുന്നു. അവരെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവരെ അതിൽ കൂടെ കടത്തി കൊണ്ടുവന്നു. When the Pharaoh's soldiers were chasing the Israelites, ചെങ്കടൽ വന്നപ്പം he opened up the way for them. അതിന് മുമ്പേ പോയത് ദൈവമാ കടലിന്റെ നടുക്കൂടെ, അല്ല ദൈവം മാറി നിൽക്കുമല്ലായിരുന്നു. അവിടെ Moses, when he was leading this Israelite people, he was lost what to do. മുമ്പിൽ Red Sea, behind Egyptian soldiers. ഈ ജനങ്ങളോട് ഇനി എങ്ങോട്ട് പോകും? അവിടെ മോശ പറഞ്ഞില്ല ദൈവത്തിനോട്, ദൈവമേ ഇതിനകത്തോട് വഴി തുറന്നു തരണമേ. He did not say open up the Red Sea, divide the Red Sea. He had no clue. He asked God what to do. God said, you have a stick in your hand, raise it up. Moses was then 80 plus. 80 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, കയ്യിലൊരു വടി. And the Egyptian army behind them. അവിടെ മോശയോട് ദൈവം പറഞ്ഞ, ഈ വടി ഒന്ന് you just point the stick towards the sea. ബാക്കി കാര്യം ദൈവമാണ് ചെയ്തത്, മോശസ് അല്ല, ഇസ്രായേൽ മക്കളും അല്ല ചെയ്തത്. ആൻഡ് നമ്മൾ ഒരു വാക്യം കൊണ്ട് വായിച്ചു പോകുന്നു, God divided the Red Sea and the Israelites walked. അതൊരു വാക്യത്തോട് നമ്മുടെ ഇത് കഴിഞ്ഞു. പക്ഷെ think about what really happened.
അവിടെ സംഭവിച്ചെന്താ? ഈ കടൽ രണ്ടായിട്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണോ? നമ്മളെ കൊണ്ട് അത് ചിന്തിക്കാൻ പോലും പറ്റുമോ? കടൽ തീരത്ത് പോയി ഇരുന്നാൽ നമുക്കറിയാം the volume of water, the depth of the water, the force of the water, the pressure of the water. ഇതിനിടയ്ക്കൂടെ നമുക്കൊരു വഴി ഒരുക്കി തരാൻ പറഞ്ഞാൽ for millions of Israelites to walk through, it is not a simple thing. എന്നാൽ ദൈവം അത് ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് പ്രയാസം വന്നാൽ, why are we doubting? Why are we allowing the worldly thoughts to come and make us doubt the ability of God in our life? ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിനോടുള്ള ഒരു എന്താ പറയുന്നത്, നമുക്കൊരു സംശയം, ഒരു ഭയം എന്തിനാ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഭയം വരുവാന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലില്ല. ഈ ഭയമായി ഏറ്റവും വലിയ ശത്രു നമ്മുടെ ദൈവത്തെ എതിർക്കുന്ന ശക്തിയാ സാത്താന്റെ ശക്തി. ഈ പത്രോസ് ദൈവത്തിനോട് സ്നേഹം കൊണ്ട് പറഞ്ഞെങ്കിലും ഒരു ഭയമുണ്ട്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ they are losing a great friend, a great leader, a great person. ആ ഒരു വ്യക്തിയെ ഇങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. Our own family members, our parents, our spouse, our children, അവരോടുള്ള സ്നേഹമാണ് നമുക്ക് ഒത്തിരി. That's a worldly thing. അതിൽ കൂടെ നമുക്കത് സഹിക്കാൻ വയ്യ, അവർക്ക് വരുന്ന ഒരു പ്രയാസം. എന്നാൽ നമ്മൾ പറയുന്നത് ദൈവമേ അത് മാറ്റിക്കളയണമേ. No. If God has a purpose for bringing something in our life, may it be fulfilled to the glory of God. And God will give us victory. എല്ലായിടത്തും സൗഖ്യം ലഭിക്കണമെന്നില്ല, എല്ലായിടത്തും കഷ്ടപ്പാട് മാറിപ്പോണമെന്നില്ല. എന്നാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് അവസ്ഥയാണെങ്കിലും our Lord is with us. ആ ഒരു വലിയൊരു പ്രത്യാശ, the hope, the faith, that should be with us. When we go to 2 Chronicles chapter 16 verses 7 to 9. 2 Chronicles chapter 16 verses 7 to 9. ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു എന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിച്ചുകൊണ്ട് അരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി. കൂശ്യരും ലൂപ്യരും 50 രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യം. എന്നാൽ നീ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. എന്തോ ഒരു വലിയൊരു സത്യം ദൈവം റിവീൽ ചെയ്തേക്കുന്ന അത് 9ാമത്തെ വാക്യം. For the eyes of the Lord range through the earth to strengthen those whose hearts are fully committed to him. You have done a foolish thing, and from now on you will be at war. ഇവിടെ സംഭവിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഇവിടെ യൂദ ആൻഡ് Israel, they got divided into 2 kingdoms, northern kingdom and southern kingdom. ഇതിനകത്ത് ഈ സോളമൻ രാജാവിന്റെ കാലശേഷം നടന്ന ഒരു കാര്യമാണ്. ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പം ദൈവത്തിന് ജനമായിട്ട് ഒരു രാജ്യം, ദൈവത്തിന് ജനമായിട്ട് കനാൻ രാജ്യത്തിലോട്ട് അവർ വന്നതാണ്. It was God's promise. They came as one Israelites. The whole world feared them. അവർക്ക് ട്രെയിൻഡ് ഒരു ആർമി ഇല്ലായിരുന്നു. They were slaves in Egypt. എന്നാൽ ആ ജനങ്ങള് ഒരു ആർമി ഒന്നും ഇല്ലാതെ കനാനിലെ അനേക കിങ്ഡംസിനെ രാജ്യങ്ങളെ അവര് തോൽപ്പിച്ചു. അവരുടെ ശക്തിയാലോ അവരുടെ ബലത്താലോ അല്ല, ദൈവം അവരുടെ കൂടെ നിന്നു. അവരതെല്ലാം രുചിച്ചറിഞ്ഞതാ. എന്നിട്ടും സഹോദരങ്ങൾ തമ്മിൽ between the brothers there was a division, northern kingdom and southern kingdom. അവർ തമ്മിൽ യുദ്ധമാണ് തുടങ്ങി. This is what happens in our families. സഹോദരങ്ങൾ തമ്മിൽ യുദ്ധം അല്ലേ?
And so, ഒരു ഇസ്രായേലുകാർ എന്ത് ചെയ്തു? ആരാം രാജാവിനോട് they signed up an agreement. അത് കണ്ടപ്പോൾ യൂദായ്ക്ക് ഭയങ്കര പേടി വന്നു. ഇസ്രായേൽ അവർ ആക്രമിക്കാൻ വരുന്നു. They are coming to wage a war against Judah. At this point, Judah goes to King Aram. അവിടെ എന്താ കൊണ്ടു കൊടുത്ത? രണ്ടാം വാക്കിൽ പറഞ്ഞ Asa then took the silver and gold out of the treasuries of the Lord's temple and of his own palace and sent it to Ben-Hadad, king of Aram. From the holy temple, ദേവാലയത്തിൽ നിന്ന് അതിനുള്ള സ്വത്തും അതിനുള്ള precious metals, silver, gold എല്ലാം എടുത്തുകൊണ്ട് they went and gave to King Aram. രാജാവിനെ to please him. Aram രാജാവ് they signed a pact. And അത് കണ്ടിട്ട് ഇസ്രായേൽ പേടിച്ച് മാറിപ്പോയി. പക്ഷെ കർത്താവ് ദൈവം അവിടെ പറയുന്നത്, were not the Cushites and Libyans a mighty army and great number of chariots and horsemen? Yet, when you relied on the Lord, he delivered them into your hand. ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച നിങ്ങളുടെ ശക്തി കൊണ്ടോ? They were powerful army. പക്ഷെ അവരെ തോൽപ്പിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? എന്നാൽ ഇപ്പം you have done things by your own self. For the eyes of the Lord range throughout the earth to strengthen those whose hearts are fully committed to him. You have done a foolish thing. അവർ സ്വന്തം ആലോചന പ്രകാരം നടന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിന് ഇത്ര നാളും ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുവന്ന വഴി, the way God has brought us from the day we were born right unto this age, whatever be our age. ഇപ്പം കോവിഡ് വന്നിരിക്കുന്നു. COVID is not the only problem that we have. There are people dying out of cancer. There are people dying out of accidents on the road. അത് മാത്രം ഒരു സംഭവമല്ല. ഈ കോവിഡ് നമ്മൾ എന്തിനാ ഇത്രയും പേടിപ്പിച്ചിരിക്കുന്നത്? Why are we so scared of COVID? Death are coming through many other ways. But we have to be concerned of the spiritual death. Are we ready? Are we walking according to the will of God? Or are we foolish? മണ്ടന്മാരാണോ? Are we doing something foolish by forsaking God? പേടിച്ച് മറ്റേ കാര്യങ്ങൾ നമ്മൾ ആശ്രയിച്ചും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. യെസ്, വി ഹാവ് ടു ടേക്ക് പ്രിക്കോഷൻ. നമ്മൾ ഗവൺമെന്റും ലോസും റെഗുലേഷൻ എല്ലാം മാനിക്കണം. വി ഹാവ് ടു റെസ്പെക്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വിൽ അബാൻഡൻ അവർ ഫെയ്ത്ത്. വിൽ ലീവ് അവർ ഫെയ്ത്ത്, വിൽ ലീവ് അവർ ഹോപ്പ്. ദൈവം തമ്പുരാൻ നമുക്ക് ഇത്രത്തോളം till right to this day, God has brought us through innumerable problems, situations. Some we realized, some we did not realize. ഇന്നത് പല ഇതിൽ കൂടെ കടന്നു വന്നിട്ട് നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ, how have we reached this stage in our life? നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യമുണ്ട്, ടെസ്റ്റിമണി. ഇത്രയും ദൈവത്തിനോട് നടന്നിട്ട് towards the end, are we going to fall? നമ്മൾ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ട് നമ്മൾ are we allowing Satan to rule our mind? പത്രോസ് അങ്ങനെ ചെയ്തെങ്കിൽ അതിനെ കേട്ട് വലിയ സത്യം. ഹൗ ആർ വി ഇൻ അവർ ലൈഫ്സ്? ഹൗ ആർ വി ഡീലിംഗ് വിത്ത് ദ സിറ്റുവേഷൻ? ഒരു ശരിയായ പ്രോബ്ലം വരുമ്പം ഹൗ ഡു വി റിയാക്ട്? ദിസ് ഇസ് വാട്ട് യു ആൻഡ് ഐ ഹാവ് ടു തിങ്ക്. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് I'll end my message. Another, Matthew chapter 16, verse 20. Patros, when he revealed or when he confessed the identity of Jesus, Jesus says, then he warned his disciples not to tell anyone that he was the Christ. 17 after the transfiguration, ദൈവത്തിന്റെ രൂപാന്തരം കഴിഞ്ഞ് കർത്താവ് യേശുക്രിസ്തു രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞ് അവിടെ when after he was transfigured, here in verse 9, again Jesus says, don't tell anyone you have what you have seen until the Son of Man has been raised from the dead. ഇവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് യേശുക്രിസ്തു is the Son of God revelation ലഭിച്ചിട്ടും അതിപ്പോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. There is a reason behind that. If you go to Luke chapter 24 verse 45, Luke chapter 24 verse 45, then he opened their minds
so they could understand the scriptures. He told them, അറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. so ഇവിടെ കർത്താവിന്റെ ക്രൂശുമരണ ശേഷം before his ascension to heaven, ഇവിടെ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ ഇവിടെ വലിയൊരു സത്യം വന്നു. 24 verse 45. Then he opened the minds so they could understand the scriptures. അന്ന് വരെ ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല, ഇവർക്ക് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. സോ അന്ന് കർത്താവ് അവരോട് ഇത് ആരോടും പറയലെന്ന് പറഞ്ഞാൽ they did not know, they did not recognize, they did not fully understand the mission of Christ. അന്ന് കർത്താവിനെ കുറിച്ച് എന്തോ ഇവർ ചെന്ന് മറ്റവരോട് പറയുന്നത്. They would not be able to reveal his true identity. എന്നാൽ ഇവിടെ 45 പറയുന്നത് he opened the minds so that they could understand the scriptures. ഇപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലാകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് 46 വാക്യം, he told them, this is what is written, the Christ will suffer and rise from the dead on the third day, and repentance and forgiveness of sins will be preached in his name to all nations, beginning at Jerusalem. അവിടെ കർത്താവ് ഒന്നുകൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർക്ക് ശിഷ്യന്മാർക്ക് അന്നേരം ശരിക്കും മനസ്സിലായത്. And that is when, after this, on the day of Pentecost, they started preaching the gospel. That is when Peter stood up in the assembly and started speaking about Jesus. And that is when the gospel started, the kingdom of God started advancing. And നമുക്ക് ഇത് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ God has to open our mind. For that, we have to sit in front of God and pray to him to reveal himself to us, to open up our minds. എന്നാലേ നമുക്ക് കർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ദൈവത്തിന്റെ സ്നേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. Then only our faith will be established, our hope in Christ will be established. And that is when God will start talking to us. And that is when we can talk to others about Christ and the kingdom of God. With these words, I end my message. May God bless each one of us. Praise the Lord.